പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞൊരു കോൺസെൻട്രേഷൻ അത് യോഗയൊക്കെ പോലെ. ഞാൻ അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഇലാമാ പഴം കഴിച്ച് ഇപ്പോൾ അന്ധത ബാധിച്ചവരാണ് നമ്മളുടെ ഇപ്പോഴത്തെ മനുഷ്യ സമൂഹം. അറിയോ പടം? ഗുരു ലാലേട്ടൻ്റെ ദേവസംഗീതം നീയല്ലേ, ആ പാട്ടൊക്കെ ഉള്ളത്. ആ പടം നല്ലൊരു അർത്ഥമുള്ള സന്ദേശമുള്ള പടം. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരേണ്ടതാണ് ആ പടം ഒന്നും കൂടെ. റീ റിലീസാണ് ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ പടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത് ഇപ്പോഴത്തെ നമ്മുടെ എന്തൊരു സന്ദേശമുള്ള പടം എന്നറിയോ അത്. അതായത് കഴിക്കേണ്ട ഭാഗം കഴിക്കാണ്ട് കളഞ്ഞിട്ട് വേണ്ടാത്ത ഭാഗം എടുത്ത് കഴിച്ച് കണ്ണിൻ്റെ കാഴ്ച കളയുന്നവർ. അതാണ് മതം. ലാസ്റ്റ് ഇത് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കണ്ണ് തെളിയുന്നു ഇല്ലേ? അങ്ങനെ കണ്ണ് തെളിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തെളിഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇതിൽ പെട്ട് കിടക്കുന്നവർക്ക് പറ്റില്ല ജിൻ. ഞാൻ പലപ്പോഴും ചില ആളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രക്ഷയില്ല, പുളിറുമ്പ് പിടിച്ച മാതിരി മനസ്സിലാക്കില്ല അവർ. അത്ര അഡിക്റ്റാ. ഇത് MDMA ഒക്കെ മാറിയിരിക്കും. അതാണ് മതം. ഭ്രാന്താണെന്ന്. ഈ മതത്തിന് ഇത്തിരി ബലം കൊടുത്ത് നോക്കി. മതം അതിന് ബലം കൊടുത്ത മതം എന്താണ് അർത്ഥം? ഭ്രാന്ത്. ഭ്രാന്ത് എന്നാണ് അർത്ഥം മതത്തിൻ്റെ. ആനയ്ക്ക് മതം പൊട്ടി എന്ന് പറയില്ലേ? അതെ, അത്രയേ ഉള്ളൂ മതം. ബലം കൊടുക്കാതിരിക്കുക. അതിന് ഇത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതമായി, അത് ഭ്രാന്തായി. അത്ര ഭ്രാന്തുള്ളവർ കാണട്ടെ. ഭ്രാന്തുള്ളവർ കണ്ടിട്ടൊന്നും കാര്യമില്ല. അവനെ എന്നെ നല്ല തെറിയും പറയും. മിക്കവാറും അതിൻ്റെ അടിയിൽ ഇഷ്ടംമാതിരി തെറിയുണ്ടാവും. ഈ സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അതെ, മതഗ്രന്ഥങ്ങൾ ആരാ ഉണ്ടാക്കിയത്? ഈ ലിപികൾ എന്നാ ഉണ്ടായത്? അച്ചടികൾ എന്നാ ഉണ്ടായത്? ഇല്ലേ? അതിനൊക്കെ എത്രയോ മുമ്പേ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടി ആരോ സൃഷ്ടിച്ചതാണ് പണ്ട്, മനുഷ്യനൊരു യൂണിറ്റി ഉണ്ടാവാനൊക്കെ ആയിട്ട്. അതിപ്പോൾ ഇന്ന് പക്ഷെ മതം കാരണം ഈ യൂണിറ്റി തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. യുദ്ധമായി ഇന്നത് യുദ്ധമായി ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്, മണ്ടന്മാരാണ് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവർ. എൻ്റെ ദൈവം. ആരുടെ ദൈവം? ദൈവം എല്ലാവർക്കും കൂടി ഒറ്റ പവറുള്ളത്. സത്യം. എൻ്റെ ദൈവമാണത്. എന്തെന്ന് എൻ്റെ ദൈവം? എൻ്റെ ഭാര്യ എന്ന് പറയാം, എൻ്റെ അച്ഛൻ എന്ന് പറയാം, അമ്മ എന്ന് പറയാം, എൻ്റെ മോൻ എന്ന് പറയാം. അതിൽ കൂടുതൽ എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റൂ? എൻ്റെ ദൈവം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു പവറാണത്. ആ പവറിൻ്റെ പേര് വിളിക്കാനും നമുക്കതിന് പേരിടാനും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അതെ, അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന് പറയാനില്ലെന്നേ. അതിന് ഇംഗ്ലീഷിൽ സുപ്രീം പവർ, സൂപ്പർ പവർ എന്നൊക്കെ പറയും. ചാവാണ് കിടന്നത്. സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നാണ് എനിക്ക് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കലഹിക്കുന്നവരെ കാണുമ്പോൾ. വെറും സഹതാപം മാത്രം. സഹതാപം വെറുപ്പും തോന്നും നമുക്ക്. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്ന വേറെ ഒന്നുമല്ല, പല രീതിയിൽ ആളുകൾ എടുക്കും എന്നെ തെറ്റിദ്ധരിച്ച്. ഞാൻ ആരെ വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എല്ലാം നന്മകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അതാരും തെറ്റായിട്ട് എടുക്കരുത്. ബഹിരാകാശത്തേക്ക് വിടരുത് എന്നൊരു അപേക്ഷയുണ്ട്. ടിനിയൊക്കെ കണ്ടില്ലേ? അവനിപ്പോൾ ബഹിരാകാശത്ത് നിന്ന് അപ്പുറത്തെ ആകാശത്തേക്ക് പോയി.